മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളായ CPM DYFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചിട്ടുള്ള തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ഇതിനിടെ കേസിൽ ശ്രമകരമായ തെളിവ് ശേഖരണം നിലനിൽക്കെ ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രമായി കസ്റ്റഡി അപേക്ഷ നൽകിയ പോലീസ് നടപടി സംശയം ഉണ്ടാക്കുന്നതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസികളിലൊന്നായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരാണ് തിരുവനന്തപുരത്ത് ആക്രമണത്തിനിരയായത്. CMR ലെക്സാലോജി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട് കേന്ദ്രീകരിച്ച് 12 സ്ഥലങ്ങളിൽ ഈഡ് റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഉദ്യോഗസ്ഥ സംഘത്തിന് നേരെയാണ് കൊലവിളിയുമായി പാഞ്ഞെടുത്ത CPM പ്രവർത്തകർ ആക്രമണം നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 26 പേരിൽ പോലീസ് ആദ്യം പിടികൂടിയ 5 പേരെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. മനോജ്, ശ്രീജിത്ത്, ഷഹീൻ, ജീവൻ, ജിതിൻ രാജ് തുടങ്ങിയ CPM DYFI പ്രവർത്തകരായ 5 പേർക്കാണ് കോടതി കസ്റ്റഡിയിൽ അനുവാദം നൽകിയത്. വധശ്രമം, ഗൂഢാലോചന, സംഘം ചേർന്ന് ആക്രമിക്കൽ എന്നീ കുറ്റങ്ങൾ നിലനിൽക്കെ 5 കാര്യങ്ങളിലാണ് ഇനി പോലീസിന് തെളിവ് ശേഖരണം നടത്തേണ്ടത്. ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തൽ, കൂട്ടുപ്രതികളെ സംബന്ധിച്ച വിവരങ്ങൾ, CCTV ദൃശ്യങ്ങൾ അടങ്ങിയ തെളിവുകൾ, ED ഉദ്യോഗസ്ഥർ പ്രതികളെ തിരിച്ചറിയൽ എന്നിങ്ങനെയാണ് തെളിവ് ശേഖരണത്തിലുള്ളത്. പക്ഷേ കസ്റ്റഡി കാലാവധി നാളെ വൈകിട്ട് അവസാനിക്കുമെന്നിരിക്കെ ED ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പ്രതികളെ തിരിച്ചറിയുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു ദിവസം മതിയാകാതെ വരും. അതിനാൽ ഇത് സംബന്ധിച്ച തെളിവുകളുടെ അഭാവം എങ്ങനെ മറികടക്കണമെന്നതിൽ പോലീസിന് വ്യക്തതയുമില്ല. 2 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന ആവശ്യമാണ് അപേക്ഷയിൽ പോലീസ് ഉന്നയിച്ചത്. നിലവിൽ രാജ്യത്തിന് തന്നെ നാണക്കേടായ കേസിൽ പോലീസിന്റെ ചുരുങ്ങിയ ദിവസത്തേക്കുള്ള കസ്റ്റഡി അപേക്ഷ വലിയ വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. ജനം, തിരുവനന്തപുരം.